ബുക്ക് മാത്രം പ്രൊവൈഡ് ചെയ്തു. ഹരേ കൃഷ്ണ. ഇപ്പോൾ നമ്മളെല്ലാവരും ഭാരതത്തിലാണ് ജനിച്ചത് അല്ലേ? ഭാരത ഭൂമിതേ ഹൈല മനുഷ്യ ജന്മ യാര ജന്മസാത്ത കരീകര പര ഉപകാരാണ് ചൈതന്യ മഹാപ്രഭു പറഞ്ഞത്. അതായത് ഭാരത ഭൂമിയിൽ ജനിച്ചിട്ടുള്ള എല്ലാവരും വളരെയധികം പുണ്യാത്മാക്കളാണ്. അല്ലെങ്കിൽ നമുക്ക് ഭാരതത്തിൽ ജനിക്കാനേ കഴിയുകയില്ല. കാര്യം രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഭാരതം വളരെയധികം മഹിമയായിട്ടുള്ളത്. ഒന്ന് സാമ്പത്തികവും അതുപോലെ തന്നെ വൈജ്ഞാനികവും. നമുക്കറിയാം, നമ്മുടെ ഈ ഭാരതത്തിലേക്കായിട്ടാണ് ഈ ഫ്രഞ്ചുകാരന്മാർ വന്നത്, പോർച്ചുഗീസുകാർ വന്നത്, ഡച്ചുകാർ വന്നത്, ഇംഗ്ലീഷുകാരെല്ലാവരും വന്നത് നമ്മുടെ ഭാരതത്തിലേക്കാണ്. അവരെന്തുകൊണ്ട് സോമാലിയയിലേക്ക് അല്ലെങ്കിൽ ഉഗാണ്ടയിലേക്ക് അല്ലെങ്കിൽ എത്യോപ്യയിലേക്ക് പോയി? കാര്യം ഭാരതം അത്രയധികം വളരെ സമ്പന്ന രാഷ്ട്രമായിരുന്നു. ചരിത്രകാരനായിട്ടുള്ള പ്ലിനി പറഞ്ഞിരിക്കുന്നത് ഭാരതം എന്ന് പറയുന്നത് സ്വർണം ഒഴുകുന്ന രാജ്യമെന്നാണ്. അത്രയധികം സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായിരുന്നു ഭാരതത്തിന്. ഇത് മാത്രമല്ല, ഇത് കൂടാതെ വേറൊരു സവിശേഷത ഉണ്ടായിരുന്നു. വൈജ്ഞാനിക കേന്ദ്രവും കൂടിയായിരുന്നു ഭാരതം. വിജ്ഞാനത്തിൽ വളരെയധികം ഉത്കൃഷ്ടപരമായിട്ടുള്ള ഒരു രാജ്യമായിരുന്നു നമ്മുടെ ഭാരതം. അതുകൊണ്ടാണ് നാളന്ദ സർവകലാശാല, വാരണാസി ഇതുപോലുള്ള ഇവിടെയൊക്കെ ധാരാളം യൂണിവേഴ്സിറ്റികൾ, വിദേശ രാഷ്ട്രങ്ങളിൽ നിന്ന് എല്ലാവരും ധാരാളം പേര് വന്ന് പഠിച്ചിരുന്ന ഒരു സ്ഥലമാണ് ഭാരതഭൂമി. അത്രയധികം മഹത്തായിരുന്നു നമ്മുടെ ഭാരതഭൂമി. കാരണം അലക്സാണ്ടർ ദി ഗ്രേറ്റ് അദ്ദേഹം തന്റെ ഗുരുവായിട്ടുള്ള ഡൈജോണിനോട് അടുത്തിരുന്നിട്ട് ചോദിച്ചു, ഗുരു, ഞാൻ ഭാരതത്തിലേക്ക് പോവുകയാണ്, ഞാൻ ഭാരതത്തിൽ നിന്ന് എന്താണ് അങ്ങയ്ക്ക് വേണ്ടി കൊണ്ടുവരേണ്ടത് എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത്, ഡയോജനീസ് പറഞ്ഞത്, എനിക്ക് നീ അവിടുന്ന് വരണമെങ്കിൽ നീ എനിക്ക് കൊണ്ടുവരേണ്ടത് വിജ്ഞാനത്തിന്റെ ശകലങ്ങൾ നീ കൊണ്ടുവരിക എന്നാണ് പറഞ്ഞത്. നമ്മുടെ ബ്രിട്ടീഷുകാര് നമ്മുടെ മക്കാളെ നമ്മുടെ ഭാരതത്തിലേക്ക് അയച്ചു. അദ്ദേഹം നമ്മുടെ ഭാരതത്തിൽ വന്നിട്ട് അദ്ദേഹം ഭാരതത്തിൽ വന്നിട്ട് എല്ലാം പഠിച്ച് തിരിച്ച് നമ്മുടെ ബ്രിട്ടീഷ് അവിടെ സഭയിൽ ചെന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചു, എനിക്കൊരു ദരിദ്രനെ പോലും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല, ഒരു ഭിക്ഷയാചിക്കുന്ന ഒരാളെ പോലും കണ്ടിട്ടില്ല, ഒരാളെ ഞാൻ ദുഃഖിതനായിട്ട് കണ്ടിട്ടില്ല, എല്ലാവരും വളരെയധികം സന്തോഷപരമായിട്ടാണ് ഇരിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. അദ്ദേഹം ബ്രിട്ടീഷ് പാർലമെന്റിൽ ചെന്ന് പറഞ്ഞതാണ്. കാരണം ഞാൻ പരിശോധിച്ച് എന്തുകൊണ്ടാണ് അവർ ഇത്രയധികം സന്തോഷവാനും ആർക്കും ദുഃഖമില്ലാത്തതും ദാരിദ്ര്യമില്ലാത്തത് എന്താണ് ഞാൻ അന്വേഷിച്ചപ്പോൾ അവരെല്ലാവരും പിന്തുടർന്ന് വന്നത് വൈദിക നിയമങ്ങളായിരുന്നു. വൈദിക സംസ്കാരത്തിൽ അടിയുറച്ച ഒരു ജനവിഭാഗമായിരുന്നു അവർ. അതുകൊണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ആ വൈദിക സംസ്കാരത്തിനെ ഇല്ലാതാക്കിയെങ്കിൽ മാത്രമേ നമുക്കവിടെ നമ്മുടേതായിട്ടുള്ള ആധിപത്യം അവിടെ സ്ഥാപിച്ചെടുക്കാൻ പറ്റുള്ളൂ മക്കാള പറഞ്ഞു. അതുപോലെ തന്നെ കൺവെൻഷന് വേണ്ടിയിട്ട് മാക്സ് മുള്ള വന്നു ഭാരതത്തിൽ. അദ്ദേഹം വന്നിട്ട് നമ്മുടെ ഭഗവത്ഗീത വായിക്കാൻ ഇടയായി. അദ്ദേഹം പറഞ്ഞു, ഭഗവത്ഗീത വായിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്ന് വരേക്ക് ഞാൻ ലോകത്തിൽ ഇത്രയധികം മഹത്തരമായിട്ടുള്ള ഒരു ജ്ഞാനമുള്ള ഒരു ഗ്രന്ഥം ഞാൻ കണ്ടിട്ടില്ല, അത് ഇനിയും ഉണ്ടാകുകയില്ല. അദ്ദേഹം ഭഗവത്ഗീത വായിച്ചിട്ട് പറയുന്നു, മാക്മുള്ള നമ്മുടെ ഭഗവത്ഗീത വായിച്ചിട്ട് പറയുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞു, ലോകത്തിൽ അപരിഷ്കൃതരായിട്ടുള്ള ജനങ്ങൾ ലോകത്തുണ്ടായിരുന്നു, അപ്പോഴും പരിഷ്കൃതമായിട്ടുള്ള ഒരു ജനസമൂഹം ഉണ്ടായിരുന്നത് ഭാരതത്തിൽ മാത്രമായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കുന്നത് ഭാരതം അത്രയധികം ദിവ്യമായിട്ടുള്ള ഒരു ദേശമായിരുന്നു ഭാരതം. കാര്യം ഭാരതം എന്ന് പറയുന്ന പുണ്യഭൂമിയാണ്, ധർമ്മഭൂമിയാണ്. ഭഗവാൻ അവതരിച്ചിട്ട് പരമദിവ്യോത്ത പുരുഷനായിട്ടുള്ള ഭഗവാൻ അവതരിച്ച മണ്ണാണ് ഭാരതഭൂമി. ഭഗവാൻ മാത്രമല്ല, ധാരാളം അവതാരങ്ങൾ ഉണ്ടായിട്ടുള്ള ഭൂമിയാണ് ഭാരതം. അതുപോലെ തന്നെ ധാരാളം ആചാര്യന്മാർ,
ആചാര്യന്മാരുണ്ടായിട്ടുള്ളതാണ് നമ്മുടെ ഭാരതം എന്ന് പറയുന്നത്. അപ്പോൾ അത്രയധികം മഹനീയമാണ് ഭാരതം. ആ ഭാരതം അതാണ് പറഞ്ഞ ഭാരതീയ ഭൂമിദേഹയിലെ മനുഷ്യ ജന്മ ആരാണോ ഭാരതത്തിൽ മനുഷ്യജന്മം ആയിട്ട് ജനിച്ചത് അവർ വളരെയധികം ഭാഗ്യവാന്മാരാണ്. ഒരു ജന്മസാർത്ഥക കരീക്കര, ഒരു ജന്മസാർത്ഥക. ആ ഭാരതത്തിൽ ജനിച്ചത് കൊണ്ട് നമ്മൾ അതിൽ നേടാവുന്ന ഏറ്റവും മഹനീയമായ കാര്യം നേടണം, എങ്കിൽ മാത്രം പ്രയോജനമുള്ളൂ. ഭാരതത്തിൽ ജനിച്ചിട്ട് നമ്മൾ മഹനീയം ജന്മസാർത്ഥകൻ, ആ ജനിച്ചത് കൊണ്ട് വളരെയധികം അർത്ഥവത്തായിട്ടുള്ള ഒരു കാര്യം നമ്മൾ നേടേണ്ടതുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്യന്തികമായ മോക്ഷപ്രാപ്തി. ആ ഒരു കാര്യം നേടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഭാരതത്തിൽ ജന്മം കിട്ടിയിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഭാരതത്തിൽ ജനിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ വേറെ എവിടെയെങ്കിലും പോകാൻ. അത് ജന്മസാർത്ഥക എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ആത്യന്തികമായ മുക്തി അല്ലെങ്കിൽ ഭഗവാന്റെ ധാമത്തിലേക്ക് പോകുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഭാരതത്തിൽ വേദങ്ങളുണ്ടായത്. വേദങ്ങളുണ്ട്, വേദങ്ങൾ പഠിച്ചാൽ മനസ്സിലായില്ലെങ്കിൽ ഉപനിഷത്തുകളുണ്ട്, അത് പഠിച്ചാൽ മനസ്സിലായില്ലെങ്കിൽ അതിന് വിഭജനമായിട്ട് ആരണ്യങ്ങളുണ്ട്, സംഹിതകളുണ്ട്, സൂത്രങ്ങളുണ്ട്, വേദാന്ത സൂത്രങ്ങളുണ്ട്, അതുപോലെ ഇതിഹാസമുണ്ട്, പുരാണങ്ങളുണ്ട്. ഇതെല്ലാം ഉണ്ട് നമുക്ക്. അതിന് എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിലേതെങ്കിലും ഒന്ന് ബേസ് ചെയ്തിട്ടെങ്കിലും നിങ്ങൾ പഠിച്ചിട്ട് എന്ത് ചെയ്യുക? ആത്യന്തിക മോക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കുക. ഇതെല്ലാം നമുക്ക് പഠിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ എല്ലാത്തിന്റെ സാരാംശമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഭഗവത്ഗീത എന്ന് പറയുന്നുണ്ട്. സർവ ഉപനിഷത്തോ ഘാവോ ധോക്ത ഗോപാലനന്ദന പാർത്ഥോ വത്സ സുധീർഭോക്ത ദുഃഖം ഗീതാമൃതം മഹത്. വേദങ്ങൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല, ഉപനിഷത്ത് പഠിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല. കലികാലത്തിൽ നമുക്ക് അങ്ങനെയാണ്, അത്രയധികം ആ ഒരു ബുദ്ധി വൈഭവം നമുക്കില്ല. അതുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് സർവ ഉപനിഷത്തോ ഘാവ്, ഈ സർവ ഉപനിഷത്തുകളെയും ഒരു പശുവായിട്ട് സങ്കല്പിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥന അവിടെ നിർത്തിയിട്ട് ഗോപാലനന്ദന ഭഗവാൻ, ഗോപാലൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പശുവിനെ കറക്കുന്നതാണ്. നന്ദ മഹാരാജാവിന്റെ പുത്രനായിട്ടുള്ള ആ ഭഗവാൻ എന്ത് ചെയ്തു? അർജുനന് വേണ്ടിയിട്ട് ആ ഉപനിഷത്തുകളുടെ എല്ലാം സാരം പകർന്നു കൊടുത്തു. ഏതാണ് അത്? ഭഗവത്ഗീത എന്ന് പറയുന്നത്. നമ്മൾ ഭഗവത്ഗീത മാത്രം ആശ്രയിച്ചാൽ മതി. എല്ലാ വേദങ്ങളും ശാസ്ത്രങ്ങളും പഠിച്ചിട്ടുള്ള ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നത് ഏകം ശാസ്ത്രം ദേവകി പുത്രഗീത. ഒരൊറ്റ ശാസ്ത്രം പഠിച്ചാൽ, നിങ്ങൾ വേദം പഠിക്കേണ്ട, ഉപനിഷത്തുകളൊന്നും പഠിക്കണ്ട, ഒരൊറ്റ ശാസ്ത്രം പഠിച്ചാൽ മതി. ഏകം ശാസ്ത്രം ദേവകി പുത്രഗീത. ദേവകിയുടെ പുത്രനായിട്ട് അവതരിച്ച ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന ആ ശാസ്ത്രം മാത്രം പഠിച്ചാൽ മതി. ദേവകി പുത്ര ഗീത. ഏകോ ദേവോ ദേവകി പുത്ര. ഒരൊറ്റ സമസ്ത ജീവജനങ്ങൾക്കും ആരാധ്യ പുരുഷനായിട്ട് ഒരൊറ്റ ദേവനയുള്ളൂ, അത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. നമ്മളാരും പറഞ്ഞാലും ശങ്കരാചാര്യ പറഞ്ഞതാണ്. ഏകോ മന്ത്രത്തസ്യ നാമൻ. ഒരൊറ്റ മന്ത്രം ജപിച്ചാൽ മതി സംസാര സാഗരത്തിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മഹാമന്ത്രം. കർമ്മപ്യേകം തസ്യ ദേവസ്യ സേവ. ഒരൊറ്റ കർമ്മം ഭക്തിയുത ഭഗവത് സേവനം ചെയ്താൽ മതി, അത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കണ്ണകമലങ്ങളിൽ ആശ്രയിച്ചിട്ടുള്ള ഭക്തിയുത സേവനം ചെയ്താൽ മതി. അത് നിങ്ങളുടെ ജീവിതം വളരെയധികം സൗജന്യമാണ്. ഈ ഒരു ജന്മം നമുക്ക് അതിനു വേണ്ടിയിട്ടുള്ളതാണ്, നമ്മുടെ ആത്യന്തികമായ മുക്തിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതാണ് നമ്മൾ ഭാരതത്തിൽ ജനിച്ചത്. ഭാരതത്തിൽ ജനിച്ച നമുക്ക് വേദങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, ഏത് മാത്രം പഠിച്ചാൽ മതി. നമുക്ക് ഭഗവത്ഗീത മാത്രം പഠിച്ചാൽ മതി. അതാണ് ജന്മസാർത്ഥകം. ഇനി ഭഗവത്ഗീതയുടെ ചരിത്രം നമുക്ക് നോക്കാം. ഇപ്പൊ നമുക്ക് ജന്മസാർത്ഥകമാകുന്നതിലേക്ക് വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ഭഗവത്ഗീത പഠിച്ചു, ഭഗവത്ഗീതയിലെ ആ നിയമ നിബന്ധനകൾ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്കത് ജന്മസാർത്ഥകമാകും, അല്ലെങ്കിൽ ആത്യന്തികമായ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ഇനി ഭഗവത്ഗീതയുടെ ചരിത്രം അത് നമ്മൾ തീർച്ചയായും മനസ്സിലാക്കിയിരിക്കണം. കാര്യം ഇപ്പോൾ ഈ കാലഘട്ടത്തിലൊക്കെ ധാരാളം ആൾക്കാർ പറയുന്നത് ഭഗവത്ഗീത എവിടെയാണ് ഉപദേശിച്ചിട്ടുള്ള സ്ഥലം? കുരുക്ഷേത്ര ഭൂമിയാണ്. പല ആൾക്കാരും പറയുന്നത് കുരുക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ്. ആ ശരീരത്തിനകത്തുള്ള 100 പേരാണ് കൗരവർ. നമുക്കുണ്ടാകുന്ന മാനസിക ചിന്തകളാണ് കൗരവർ, അല്ലാത്തവരാണ് പാണ്ഡവർ. അതിനാൽ ധർമ്മ അധർമ്മങ്ങൾ നമ്മുടെ മനസ്സിനകത്താണ് നടക്കുന്നത്, അല്ല കുരുക്ഷേത്രം എന്ന് പറയുന്നൊന്നും ഇല്ല. ഇങ്ങനെ പറയുന്ന സങ്കല്പം വെറും തെറ്റാണ്. ശരിക്കും കുരുക്ഷേത്ര ഭൂമി അതെവിടെയാണ്? ഏത് സ്റ്റേറ്റിലാണ്? ഹരിയാനയിൽ നടന്ന സംഭവമാണ് കുരുക്ഷേത്രം. ഹരിയാനയിൽ നടന്നതാണ്. എന്തുകൊണ്ടാണ് കുരുക്ഷേത്രം എന്നുള്ള പേര് വരാൻ കാര്യം?
കുരു അല്ലെങ്കിൽ കുരു എന്ന് പറയുന്ന രാജാവ് ചക്രവർത്തി അദ്ദേഹം യജ്ഞം നടത്തി, മഹത്തായിട്ടുള്ള യജ്ഞം നടത്തി. ആ യജ്ഞത്തിൽ ഭഗവാൻ വിഷ്ണു അവിടെ പ്രത്യക്ഷനായി അനുഗ്രഹിച്ചു. അതിനുശേഷമാണ് ആ കുരുക്ഷേത്ര ഭൂമി ധർമ്മഭൂമിയായിട്ട് മാറിയത്. ഇപ്പോൾ ധർമ്മത്തിന് വളരെയധികം പ്രാധാന്യമുള്ള ഭൂമിയായി മാറി കുരുക്ഷേത്ര ഭൂമി. അതുകൊണ്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ കുരുക്ഷേത്ര യുദ്ധം ആ ധർമ്മഭൂമിയിൽ വെച്ച് നടത്താൻ നിശ്ചയിച്ചത്. കാര്യം ധർമ്മത്തിന് വിജയിക്കണം. അതിലേക്ക് വേണ്ടിയാണ് ധർമ്മഭൂമിയിൽ ഭഗവാൻ അതായത് ഒരു യുദ്ധം നടത്തി കഴിഞ്ഞാൽ ധർമ്മത്തിന്റെ പക്ഷമുള്ള ടീമുകൾ ജയിക്കണം. പാണ്ഡവർ ധർമ്മത്തിന്റെ പക്ഷമാണെങ്കിൽ അവർ ധാർമ്മികരാണെങ്കിൽ അവർ ജയിക്കും. ഇനി കൗരവരാണ് ധാർമ്മികരാണെങ്കിൽ കൗരവർ ജയിക്കും. അതിലേക്ക് വേണ്ടിയിട്ടാണ് ആ സ്ഥലം തിരഞ്ഞെടുത്തത്. അപ്പോൾ ധർമ്മ യുദ്ധമായിരുന്നു അത്. ധാർമ്മിക പക്ഷക്കാർക്ക് ജയിക്കണം. അതുകൊണ്ടാണ് കുരുക്ഷേത്ര ഭൂമി എടുത്തത്. മാത്രമല്ല ഈ കുരുക്ഷേത്ര ഭൂമി വീണ്ടും വളരെ മഹനീയമാണ്. അതുകൊണ്ടാണ് ഈ 21 പ്രാവശ്യം പരശുരാമൻ ക്ഷത്രിയ, അതായത് വളരെയധികം നടത്തിപ്പായിട്ടുള്ള ക്ഷത്രിയരെ 21 പ്രാവശ്യം ലോകം മുഴുവൻ ചുറ്റിയിട്ട് അവരെല്ലാം ഉന്മൂലനം ചെയ്തതിനു ശേഷം അദ്ദേഹം തന്റെ പ്രായശ്ചിത്തം ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ട് കുരുക്ഷേത്ര ഭൂമിയിലാണ് പോയത്. ആ സ്ഥലം സമന്ത പഞ്ചകം എന്നറിയപ്പെടും. ആ സമന്ത പഞ്ചകം കുരുക്ഷേത്ര ഭൂമിയിലാണ്. അപ്പോൾ ഏകദേശം ഈ കുരുക്ഷേത്ര യുദ്ധം നടന്നത് ചരിത്രകാരന്മാർ പറയുന്നത് BC 3300-നും BC 3100-നും ഇടയ്ക്കാണ് ഈ കുരുക്ഷേത്ര യുദ്ധം നടന്നിട്ടുള്ളതെന്നാണ് പറയുന്നത്. എന്നാൽ അതിനെ കുറിച്ച് പഠിച്ചിട്ടുള്ള വീണ്ടും ചരിത്രകാരന്മാർ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ദിവസം പറഞ്ഞു. BC 3137-നാണ് നടന്നത്. നവംബർ 22-ാം തീയതി വെള്ളിയാഴ്ച നടന്നു. ഡിസംബർ 9-ാം തീയതി യുദ്ധം പര്യവസാനിച്ചു. 18 ദിവസം നീണ്ടുനിന്ന യുദ്ധം പര്യവസാനിച്ചു എന്നാണ്. BC 3137 നവംബർ 22 വെള്ളിയാഴ്ച ദിവസം 6 മണിക്കാണ് യുദ്ധം എന്ത് ചെയ്തത് സ്റ്റാർട്ട് ചെയ്തത്. ഡിസംബർ 9-ന് അതെന്ത് ചെയ്തു അവസാനിച്ചു. 18 ദിവസം നീണ്ടുന്ന യുദ്ധം അവസാനിച്ചു. ഏകദേശം 64 കിലോമീറ്റർ ചുറ്റളവ്. അതിൽ മരണപ്പെട്ടത് എത്രയാണ്? 64 കോടി ജനങ്ങളാണ് മരണപ്പെട്ടത്, ശരീരോപേക്ഷിച്ച്. പക്ഷെ അവരൊക്കെ ഭാഗ്യവാന്മാരാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഭഗവാന്റെ ദർശനം കിട്ടി. അതിനാൽ അവരെല്ലാം ഉപരി ലോകങ്ങളിലേക്ക് അവർ യാത്ര ചെയ്തു. അത്രയ്ക്കധികം മഹനീയമാണ്. അപ്പൊ ഇതാണ് ഭഗവത്ഗീതയുടെ ചരിത്രം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ആദ്യം പഠിച്ചു, അതായത് മനുഷ്യജന്മത്തിന്റെ ആ പ്രയോജനം എന്താണെന്ന് പഠിച്ചു. അത് ഭാരതഭൂമിയിൽ ജനിച്ചുകൊണ്ട് നമ്മൾ ആത്യന്തിക ലക്ഷ്യം ഭഗവാനാണ് എന്ന് മനസ്സിലാക്കണം. രണ്ടാമത് ഭഗവത്ഗീത ചരിത്രം പഠിച്ചു. ഇനി ഭഗവത്ഗീത എന്ന് പറയുന്നത് എല്ലാവർക്കും ആവശ്യമുള്ളതാണോ അതോ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള ആണോ എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും ചാടി, എന്ത് സംഭവിക്കും? മറിഞ്ഞു വീഴും. ലോകത്തിലുള്ള ആരാണെങ്കിലും വലിയൊരു കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടിക്കഴിഞ്ഞാൽ എന്ത് വീഴും? മറിഞ്ഞു വീഴും, തറയിൽ തന്നെ വീഴും അല്ലേ? എന്തുകൊണ്ടാണ് അടിക്കും? ഭൂഗുരുത്വ ആകർഷണം കൊണ്ടാണ് അത് വീഴുന്നത്. അതൊരു പ്രാപഞ്ചിക നിയമമാണ്. അതുപോലെ ഭഗവത്ഗീത എന്ന് പറയുന്നത് ഒരു പ്രാപഞ്ചിക നിയമമാണ്. ഈ ഭൂമിയിലുള്ള സർവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാപഞ്ചിക നിയമമാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. അതിനാൽ ഇതൊരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, ഇത് എല്ലാ ആൾക്കാർക്കും വേണ്ടിയിട്ടുള്ളതാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ഭഗവത്ഗീതയുടെ ലക്ഷ്യം എന്താണ്? ഭഗവത്ഗീതയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ ഭഗവത്ഗീത പഠിക്കുന്നത് അതിന്റെ ലക്ഷ്യമാണ്. ഒരു ഗ്രന്ഥം പഠിക്കുമ്പോൾ അതിന്റെ ലക്ഷ്യമുണ്ടാകും. ഭഗവത്ഗീതയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അജ്ഞാനത്തിനെ ഇല്ലാതാക്കുക. അജ്ഞാനത്തിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഭഗവത്ഗീതയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. കാര്യം ഈ അജ്ഞാനമാണ് നമുക്ക് എന്തിന് കാരണമാക്കുന്നത്? പാപം ചെയ്യാൻ കാരണമാക്കുന്നത്. പാപപ്രവൃത്തികൾ ചെയ്യാൻ കാരണമാക്കുന്നത് അജ്ഞാനമാണ്. ഈ പാപപ്രവൃത്തികൾ നമ്മൾ എന്തിന് കാരണമാക്കും? പാപപ്രവൃത്തികൾ നമ്മുടെ ദുഃഖത്തിനും ദുരിതങ്ങൾക്കും കാരണമാക്കും അല്ലേ? നമുക്ക് ശരിക്കും നമ്മുടെ രാജ്യത്തിന്റെ നിയമങ്ങൾ അറിഞ്ഞുകൂടാ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് അജ്ഞതയാണ്. രാജ്യത്തിന്റെ നിയമങ്ങൾ അറിഞ്ഞുകൂടെങ്കിൽ അത് അജ്ഞതയാണ്. പക്ഷെ നമ്മൾ ധാരാളം തെറ്റുകൾ ചെയ്യും. ആ തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മളെ കൊണ്ട് കാരാഗ്രഹത്തിലടക്കും. അതുപോലെ തന്നെയാണ് ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ നമ്മൾ അജ്ഞരായിട്ടുള്ള ആളുകൾക്ക് ജ്ഞാനം നൽകി, അതായത് ജ്ഞാനം നൽകുക വഴി നമ്മൾ പാപപ്രവർത്തനങ്ങളിൽ നിന്ന് മോചനം നേടും. അതല്ല എങ്കിൽ അജ്ഞാനമാണെങ്കിൽ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ പാപപ്രവർത്തികൾ ചെയ്യും. പാപപ്രവർത്തികൾ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് ദുഃഖവും ദുരിതവും ഉണ്ടാകും. നമ്മൾ കാരാഗ്രഹത്തിലേക്ക് പോകും.
ശരിക്കും അതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഓരോരുത്തർക്കും ഈ ശരീരം എന്ന് പറയുന്നത് ഒരു കാരാഗ്രഹമാണ്. ഈ ശരീരമാകുന്ന കാരാഗ്രഹത്തിൽ ആത്മാവ് വസിക്കുകയാണ്. എന്തുകൊണ്ടാണ്? നമ്മൾ അജ്ഞാനികളായത് കാരണം. അജ്ഞാനമുള്ളത് കൊണ്ട് നമ്മൾ പാപം ചെയ്തത് കാരണം നമ്മൾ കാരാഗ്രഹത്തിൽ അകപ്പെട്ടു. ഈ ഭൗതിക ലോകമെന്ന് പറയുന്നത് ഒരു കാരാഗ്രഹമാണ്. അതുപോലെ തന്നെ ഈ ശരീരം എന്ന് പറയുന്നതും എന്താണ്? ഒരു കാരാഗ്രഹമാണ്. കാരാഗ്രഹത്തിന്റെ പ്രത്യേകത എന്താണ്? കഷ്ടതയും ദുരിതങ്ങളും മാത്രമാണ് അനുഭവിക്കുന്നത്. നമ്മൾ ഈ ശരീരത്തിൽ ഇരിക്കുന്നത് നമുക്കും അതാണ്. ഇപ്പൊ തണുപ്പ് നമുക്ക് എത്ര പേർക്ക് സഹിക്കാൻ പറ്റും? ചൂട്, പല രീതിയിലുള്ള രോഗങ്ങൾ വരും. തലവേദന, കാലുവേദന, മുട്ടുവേദന, എന്തെല്ലാം ഈ വേദനകളുണ്ടാകും. ഇതെല്ലാം നമ്മൾ തന്നെ അനുഭവിക്കുന്നത്. അതൊരു ശരീരമാകുന്ന ഒരു കാരാഗ്രഹം പോലെ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ട് നമുക്കത് ആ ഒരു ശരീരം സ്വീകരിക്കാൻ കാരണം നമ്മുടെ അജ്ഞത കൊണ്ടാണ്. യഥാർത്ഥത്തിൽ ആത്മാവിന് ഇതുപോലെ ശരീരം സ്വീകരിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യവുമില്ല. ആത്മാവിൻ്റെതായിട്ടുള്ള സ്വതസിദ്ധമായിട്ടുള്ള ശരീരമുണ്ട്. ആ ശരീരം എപ്പോൾ പ്രാപ്തമാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്ഞാനം, ഭഗവാൻ തന്നിട്ടുള്ള ജ്ഞാനം നമ്മൾ എപ്പോഴാണ് ആർജിച്ച് അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ അജ്ഞാനത്തിൽ നിന്ന് സ്വതന്ത്രരാകും. പിന്നെ നമ്മൾ കർമ്മബന്ധനത്തിൽപ്പെടുകയില്ല. ആത്മാവിൻ്റെതായിട്ടുള്ള സ്വതസിദ്ധ ശരീരം കിട്ടും. ആ ശരീരം കിട്ടുന്നതിന് മോക്ഷമാർഗം അല്ലെങ്കിൽ ഭഗവത് പദപ്രാപ്തി എന്ന് പറയുന്നത്. ഇപ്പോൾ പക്ഷെ പലപ്പോഴും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയധികം ശ്രേഷ്ഠപരമായ ജ്ഞാനത്തിനോട് നമ്മൾ വൈമുഖ്യം കാണിക്കും. വേണ്ട, ഭഗവത്ഗീത ക്ലാസ് എനിക്ക് താല്പര്യം, എനിക്ക് പഠിക്കണം, ഇതിനെ പഠിച്ചിട്ടൊക്കെ എന്താ പ്രയോജനം? ഒരു വൈമുഖ്യം കാണിക്കും. നമുക്ക് താല്പര്യമില്ലാത്ത കാണിക്കും. എന്തുകൊണ്ടാണ് താല്പര്യമില്ലാത്ത കാണിക്കുന്നത്? ഒരു വൈമുഖ്യം നമുക്ക് വേണ്ടാന്ന് കാണിക്കുന്നത്. കാര്യം നമ്മൾ പരിചയിച്ചു പോയ ധാരാളം കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളോട് നമ്മൾ വിചാരിക്കും അത് വേണ്ട. ചിലപ്പോൾ ഒരു പക്ഷെ ഞാൻ ഈ ഭഗവത്ഗീത വായിച്ചു കഴിഞ്ഞാൽ ഞാൻ എത്രയോ ജന്മജന്മങ്ങളായിട്ട് ഞാൻ പരിചയിച്ചു പോകുന്ന പലതരത്തിലുള്ള വാസനകളും ടേസ്റ്റുകളും ഉണ്ട്. അതിന് ഞാൻ വേണ്ടെന്ന് പറയും. ഒരിക്കൽ ഒരു മദ്യപാനി എന്ന് രാത്രി വന്നിട്ട് ഭാര്യ എടുത്തിട്ട് അടിക്കും. ആ അടി കൊണ്ട് ഭാര്യയ്ക്ക് വളരെയധികം അത് ശീലിച്ചു. ഒരു ഭാര്യ പറയും. അപ്പോൾ ഒരു ദിവസം ഭർത്താവ് വേറെ ദൂരദേശത്ത് പോയി. ഒരാൾ ചോദിക്കും, നിനക്കൊന്നും ഉറക്കം വരുന്നില്ല? എനിക്ക് ഉറക്കം വരുന്നില്ല. എന്താ? എനിക്ക് ആ ഭർത്താവിൻ്റെ എന്നുള്ള 2 അടി കിട്ടിയെങ്കിൽ എനിക്ക് ഉറക്കം വരും. കാര്യം അത് ശീലിച്ചു. അങ്ങനെ കിട്ടിയാലും ഉറക്കം വരും. അതുപോലെയാണ് നമ്മൾ ഈ ഓരോരുത്തർക്ക് ഈ ഭഗവാൻ തന്ന ഈ ജ്ഞാനത്തിനോടൊരു വൈമുഖ്യം കാണിക്കാനുള്ള കാര്യം, അതായത് അതിനോടൊരു ഉപേക്ഷ എനിക്ക് വേണ്ട എന്ന് കാണിക്കാൻ പ്രധാനപ്പെട്ട കാര്യം അവർക്ക് എന്താണ്? മറ്റു പല കാര്യങ്ങളിലും നമ്മൾ വ്യാപൃതമായി അതിന്റെ വിധി അങ്ങ് അനുഭവപ്പെട്ടത് കാരണം അതിനോട് ജീവിക്കാനാണ് താല്പര്യം. അത് നമുക്കറിയാം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ പല ആൾക്കാരും ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലേ? അല്ലെങ്കിൽ പുകയില ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. ക്യാൻസർ ബാധിച്ച് ഈ പുകയിലൊക്കെ ഉപയോഗിക്കുന്നതിന്റെ ഫലമായിട്ട് ക്യാൻസർ ബാധിച്ച് അല്ലെങ്കിൽ ആൽക്കഹോൾ ഉപയോഗിക്കുന്നതിന്റെ ഫലമായിട്ട് ക്യാൻസർ ബാധിച്ച് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടർ പറയും നിങ്ങളത് ഉപയോഗിക്കരുത് എന്ന് പറയും. പക്ഷെ അവരത് ശീലിച്ചത് കാരണം അതിനോട് അവർക്ക് വിടാൻ വളരെയധികം പ്രയാസമായിരിക്കും. അതുപോലെയാണ് ഇത്. നമ്മൾ വിചാരിക്കും ഭഗവാന്റെ ജ്ഞാനം, ഭഗവാൻ പറയുന്ന ആ കാര്യങ്ങൾ, ധർമ്മങ്ങൾ നമ്മൾ അനുശാസിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ വിടേണ്ടതായിട്ട് വരുമോ എന്നുള്ള ഭയം കാരണമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിനോട് സ്റ്റോപ്പ് ചെയ്യുന്നത്. കാര്യം നമ്മൾ പരിചയിച്ചു. ഒരിക്കൽ ഒരു ചൈനയിൽ ഒരു തടവുകാരനെ 60 വർഷം ശിക്ഷിച്ചു. ഏകദേശം 30 വർഷമായപ്പോൾ ഒരു പുതിയ ഭരണാധികാരി വന്നപ്പോൾ ആ ആളിനെ എന്ത് ചെയ്തു? റിലീസ് ചെയ്തു, പോകാൻ പറഞ്ഞു. അദ്ദേഹം ആ 30 വർഷം താമസിച്ചത് ഇരുണ്ട അറയിലാണ്. കാര്യം അത്ര വലിയൊരു കുറ്റവാളിയായിരുന്നു. അദ്ദേഹം സൂര്യപ്രകാശം 30 വർഷം കൊണ്ട് അദ്ദേഹം സൂര്യപ്രകാശം കാണുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം കിട്ടി. അദ്ദേഹം ആ ജയിലിൽ നിന്ന് പുറത്തു വരികയാണ്. പുറത്തു വന്നപ്പോൾ ആ സൂര്യപ്രകാശം ഇങ്ങനെ അടിച്ചപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. അപ്പൊ ആ കണ്ണ് തുറക്കാൻ പറ്റാത്ത ആ സ്ഥിതി വന്നപ്പോഴത്തേക്ക് ആ ചൈനക്കാരൻ ഉറക്കം വിളിച്ചപ്പോൾ എനിക്ക് ഈ സ്വാതന്ത്ര്യം വേണ്ട, എനിക്ക് ഈ പ്രകാശത്തിലുള്ള സ്വാതന്ത്ര്യം എനിക്ക് വേണ്ട, സൂര്യനെ കാണുന്ന ഈ സ്വാതന്ത്ര്യം എനിക്ക് വേണ്ട, എന്നെ തിരിച്ചെവിടെ കൊണ്ടുപോകൂ? ആ കാരാഗ്രഹത്തിൽ തന്നെ കൊണ്ടുപോകൂ, എനിക്ക് ഈ പ്രകാശം എനിക്ക് സഹിക്കാനേ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അതാണ് നമ്മുടെ സ്ഥിതി. അതുകൊണ്ടാണ് ജനങ്ങൾക്ക് ഇതിനോട് താല്പര്യം. കാര്യം നമ്മൾ ശരിക്കും ഭഗവത്ഗീത പഠിക്കുമ്പോഴാണ്, അതനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും സ്വതന്ത്രനാകാൻ പോകുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. അപ്പോൾ ഭഗവത്ഗീത പഠിച്ചു കഴിഞ്ഞാൽ നമുക്കെന്താണ്? സ്വതന്ത്രരാകാം. പക്ഷെ ചില താൽക്കാലികപരമായ ചില കാര്യങ്ങൾ നമ്മൾ ഇവിടെ ബന്ധനസ്ഥനാക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ അത് ഉപേക്ഷിക്കേണ്ടതായിരിക്കും. അത് നമ്മുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ.
അല്ലെങ്കിൽ നമുക്ക് വീണ്ടും ഇതുപോലെ തന്നെ കാരാഗ്രഹം വന്ന് ശരീരം കിട്ടും. ഈ ഭൗതിക ലോകത്തിൽ നമ്മൾ എന്താണ് ജന്മമൃത്യു ജരാവേദി എന്ന് പറയുന്നത്, അതും അതുപോലെ ത്രിവിധ ക്ലേശങ്ങളിൽ നമ്മൾ വളരെയധികം ദുരിതങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതാണ് ഒരു പ്രത്യേകത. ഇപ്പോൾ നമുക്ക് ഇനി ഭഗവത്ഗീതയിലേക്ക് പോകാം. അതായത് നമ്മൾ കണ്ടു കുരുക്ഷേത്ര യുദ്ധത്തിൽ ധൃതരാഷ്ട്രർ, അതായത് ഈ എന്തുകൊണ്ടാണ് ഭഗവത്ഗീത ജ്ഞാനത്തിലുള്ള ദേഹാത്മബോധം നമുക്കുണ്ട്. അതായത് ഞാൻ ഈ ശരീരമാണ് എന്നുള്ളൊരു ഭാവം നമുക്കുണ്ട്. ആ ഭാവത്തിന് ഇല്ലാതാക്കുന്നതാണ് ശരിക്കും ആദ്യം തന്നെ ഭഗവത്ഗീതയിൽ കാണിക്കുന്നത്. ഞാൻ ഈ ശരീരമാണ്, ഈ ശരീരത്തിൽ നിന്ന് ഭിന്നമായ ഒരു ആത്മാവില്ല എന്നുള്ളൊരു ഭാവമാണ് ദേഹാത്മബോധം എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് ഭിന്നമാണ്, ഞാൻ ശരീരത്തിൽ നിന്ന് ഭിന്നമാണ്, ശരീരം വേറെയാണ് ആത്മാവ് വേറെയാണ് എന്ന് കാണിക്കുന്നതാണ്. അപ്പോൾ അതാണ് ആ ഭഗവത്ഗീതയുടെ തുടക്കം നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ഭഗവത്ഗീതയിൽ 5 കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം, അത് ഒന്ന് ജീവാത്മാവ്, പരമാത്മാവ്, കാലം, കർമ്മം, പ്രകൃതി. ഇങ്ങനെ 5 കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ആദ്യം പറയുന്ന കാര്യമാണ് അത് ജീവാത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. കാര്യം ഈ കുരുക്ഷേത്ര യുദ്ധത്തില് ധൃതരാഷ്ട്രർ സഞ്ജയനോട് ചോദിക്കുന്നു, അല്ലയോ സഞ്ജയ, എന്റെ പുത്രന്മാരും പാണ്ഡവരും അവിടെ എന്ത് ചെയ്തു, അത് എനിക്കൊന്ന് വിശദീകരിച്ച് തരണമെന്ന് പറയും. അപ്പോൾ സഞ്ജയൻ പറയും, അങ്ങയുടെ പുത്രനായിട്ടുള്ള ദുര്യോധനൻ ആചാര്യനായിട്ടുള്ള ദ്രോണാചാര്യയുടെ അരികിൽ ചെന്നിട്ട് പാണ്ഡവപക്ഷത്തുള്ള സൈന്യങ്ങളെ കുറിച്ച് പറഞ്ഞു. അതിനുശേഷം കൗരവപക്ഷത്തുള്ള സൈന്യങ്ങളെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം ആ യുദ്ധതന്ത്രത്തിനെ കുറിച്ച് കുറെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു, അല്ലേ? അങ്ങനെ യുദ്ധതന്ത്രങ്ങളെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, അതായത് ദ്രോണാചാര്യ വളരെയധികം സൂചിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹം സംസാരിച്ചു. അത് കഴിഞ്ഞ് ഭീഷ്മദേവനെ വളരെയധികം സൂചിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹം സംസാരിച്ചു. അതെല്ലാം അങ്ങനെ ചെയ്തതിനു ശേഷം അപ്പോൾ ഭീഷ്മ പിതാമഹന് മനസ്സിലായി. അങ്ങനെ ഭീഷ്മ പിതാമഹൻ തന്റെ ആ സിംഹഗർജനം പോലുള്ള ശംഖ് ചെയ്തു അദ്ദേഹം വളരെയധികം ഊതി. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ശബ്ദം കേട്ടപ്പോൾ, ആ സിംഹഗർജനം പോലുള്ള ശംഖനാഥം കേട്ടപ്പോൾ കൗരവപക്ഷത്തുള്ളവർക്ക് എല്ലാവർക്കും ഉത്സാഹമായി. അവരും അവരുടെ ശംഖനാഥം മുഴക്കി. അപ്പോൾ മറുപക്ഷത്ത് പാണ്ഡവരെന്ത് ചെയ്തു? ഭഗവാൻ, പരമദിവ്യത്വ പുരുഷനായിട്ടുള്ള ഭഗവാൻ അദ്ദേഹത്തിന്റെ ദിവ്യ ശംഖനാഥം മുഴക്കി. പാഞ്ചജന്യം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ശംഖനാഥം മുഴക്കി. തുടർന്ന് പാണ്ഡവര് ദേവദത്തം, മണിപൂരകം, മണിഘോഷം ഇതുപോലുള്ള അവരുടെ ശംഖനാഥങ്ങൾ മുഴക്കി. അപ്പോൾ ആ ശംഖനാഥങ്ങളുടെ ശബ്ദം കൗരവപക്ഷത്തുള്ളവരുടെ ഹൃദയങ്ങളെ മുഴുവൻ ഭേദിച്ചു. അവർക്ക് മരണഭയം ഉണ്ടായി. അതേസമയം കൗരവപക്ഷത്തുള്ളവർക്ക് അവരുടെ ശംഖനാഥം മുഴക്കിയപ്പോൾ പാണ്ഡവപക്ഷത്ത് ഒരു കുലുക്കം ഉണ്ടായില്ല. പക്ഷെ പാണ്ഡവപക്ഷത്തുള്ള ഭഗവാന്റെ പാഞ്ചജന്യം കേട്ടപ്പോൾ തങ്ങളുടെ ആയുസ് ഹരിക്കുന്നതായിട്ട് കൗരവർക്ക് തോന്നി. അങ്ങനെ രണ്ടുപേരുടെയും ആ ശംഖനാഥമെല്ലാം നിലച്ചു. അപ്പോൾ അർജുനൻ ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ, എനിക്ക് ഞങ്ങളോട് യുദ്ധം ചെയ്യാൻ സന്നിഹിതരായിരിക്കുന്ന ആൾക്കാരെയൊക്കെ ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട്. അതിനാൽ ഈ രഥത്തിനെ ഈ സേനയുടെ മധ്യത്തിലേക്ക് കൊണ്ട് നിർത്താൻ പറഞ്ഞു. ഭഗവാൻ എല്ലാവരുടെയും ഹൃദയത്തിലിരിക്കുന്ന പരമാത്മാവിരിക്കുന്ന ഭഗവാൻ അർജുനന്റെ രീതി മനസ്സിലായി. അദ്ദേഹം എന്ത് ചെയ്തു? ഈ 2 സൈന്യങ്ങളുടെ മധ്യത്തിലായിട്ട് രഥം കൊണ്ട് നിർത്തി. അങ്ങനെ രഥം കൊണ്ട് നിർത്തിയിട്ട് ഭഗവാൻ അർജുനോട് പറഞ്ഞു, അർജുന, ദാ നോക്കൂ, എന്നോട് യുദ്ധം ചെയ്യാൻ സന്നിഹിതരായിരിക്കുന്ന ആൾക്കാരൊക്കെ നോക്കൂ. ദാ നിൽക്കുന്നു ഭീഷ്മ പിതാമഹൻ, ദാ ദ്രോണാചാര്യൻ നിൽക്കുന്നു, കൃതവർമാവ് നിൽക്കുന്നു. ഇതെല്ലാം കണ്ടപ്പോൾ തൻ്റെ ആ സ്നേഹം, തൻ്റെ ഗുരു നിൽക്കുന്നു, പിതാമഹൻ നിൽക്കുന്നു, ഇതെല്ലാം കണ്ടപ്പോൾ അദ്ദേഹത്തിന് ആകെ വിഷണ്ണനായി. അദ്ദേഹം പല കാര്യങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹം ആ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിച്ചു. ഭഗവാനോട് അനുകമ്പ രീതിയിൽ സംസാരിച്ചു. ഭഗവാനെ, ദയ, ഇവരെയൊക്കെ കൊല്ലുന്നതുകൊണ്ട് എന്താണ് അർത്ഥമാകുന്നത്? നമുക്ക് യുദ്ധം വേണോ എന്ന് പറഞ്ഞ് സംസാരിച്ചു. പിന്നെ പറഞ്ഞു, ഇവരെല്ലാം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ രാജ്യം ഭരിക്കുന്നതുകൊണ്ട് എന്താണ് പ്രയോജനം? ഇന്ദ്രിയ ആസ്വാദനം എന്നുള്ള രീതിയിൽ സംസാരിച്ചു അദ്ദേഹം. പിന്നെ സംസാരിച്ചു, ഭഗവാനെ, ഈ എല്ലാവരും മരിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾ അനാഥപ്പെട്ടു പോകും, കുലനാശം സംഭവിക്കും. അങ്ങനെ കുലനാശം സംഭവിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾ മോശമായ രീതിയിൽ പോകും. അങ്ങനെ അനാവശ്യമായ സന്താനങ്ങൾ ഉണ്ടാകും. അത് നമ്മുടെ സമൂഹത്തിന് വളരെ ദോഷം ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു, എന്തിനാ ഈ പാപം ചെയ്യുന്നത് എന്ന് പറഞ്ഞു.
അങ്ങനെ അർജുന ഈ 4 കാര്യങ്ങൾ പറഞ്ഞിട്ട് യുദ്ധം ചെയ്യാനൊന്നും പറ്റില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ തളർന്നു. ഇപ്പോൾ ഭഗവാൻ പറയും, അർജുന ഇത് നിന്നെപ്പോലൊരു ആൾക്ക് പറ്റിയതല്ല. അനാരുദ്ദിഷ്ടം അസ്വർഗീകരം അർജുന, അല്ലെങ്കിൽ അർജുന നീ ഒരു അനാരിനെ പോലെ നീ സംസാരിക്കരുത്, സംസ്കാരമില്ലാത്തവനെ പോലെ സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഭഗവാൻ പറയുമ്പോൾ വീണ്ടും അർജുനൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയും. അവസാനം അർജുനൻ പറയും, ഭഗവാനെ അങ്ങനെ രക്ഷിക്കണം, ഞാൻ അങ്ങേ ശരണം, എനിക്ക് ഈ ഇതിൽ നിന്ന് എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഭഗവാന് പൂർണ്ണമായിട്ട് ശരണം പറയണം. അപ്പോൾ ആദ്യം ആ ശരണം പ്രയോഗിക്കുന്ന കാര്യം, അർജുനൻ നമ്മളെ പോലുള്ള സാധാരണ മനുഷ്യനല്ല, നരനാരായണ ഋഷിയാണ്, അതിൽ നരനാണ്. അപ്പോൾ അദ്ദേഹത്തിനെല്ലാം അറിയാം, പക്ഷെ നമുക്ക് വേണ്ടി അദ്ദേഹം പറഞ്ഞു തരുന്ന. അപ്പോൾ അർജുന പറഞ്ഞ കാര്യങ്ങളെല്ലാം ദേഹാത്മ രീതിയിലാണ് പറഞ്ഞത്. ദേഹാത്മബോധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ശരീരമാണ്, ഈ ശരീരത്തിൽ നിന്ന് ഭിന്നമായൊരു വേറെ ഒന്നുമില്ല, ആത്മാവില്ല, അതാണ് ദേഹാത്മബോധം. ആ രീതിയിലാണ് അർജുനൻ സംസാരിച്ചത്. അർജുനൻ എന്താണ്, ഇവരെല്ലാവരും മരിച്ചു കഴിഞ്ഞാൽ എന്നത്തേക്കുമായിട്ട് അവരെല്ലാവരും ഇല്ലാതാകും എന്നുള്ള രീതിയിലാണ്. ഭഗവാൻ പറയും, അല്ലയോ അർജുന, ഞാൻ ഇല്ലാതിരുന്നൊരു കാലം ഉണ്ടായിട്ടില്ല, അതുപോലെ തന്നെ നീയും ഇല്ലാതിരുന്നൊരു കാലം ഉണ്ടായിട്ടില്ല, ഈ കാണുന്ന രാജാക്കന്മാരും ഇല്ലാതിരുന്നൊരു കാലം ഉണ്ടായിട്ടില്ല, നമ്മളെല്ലാവരും എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു, നമ്മൾ ഒരിക്കലും ഇല്ലാതാവുകയില്ല എന്നുള്ള ഏറ്റവും ശ്രേഷ്ഠപരമായിട്ടുള്ള ജ്ഞാനം ഭഗവാൻ പറഞ്ഞു. അപ്പോൾ നമ്മളെല്ലാവരും ശാശ്വതനാണെന്നുള്ള ആ ഒരു പരമസത്യമാണ് ഭഗവാൻ ആദ്യം അർജുനന് പറഞ്ഞു കൊടുത്തത്. എന്നിട്ട് വീണ്ടും അതെങ്ങനെ നമുക്ക് പ്രാവർത്തികമാക്കി മനസ്സിലാക്കാൻ പറ്റും അല്ലേ? അപ്പോൾ വീണ്ടും ഭഗവാൻ ഓരോരുത്തർക്കും മനസ്സിലാകാൻ പറ്റുന്ന രീതിയിലുള്ള ഉദാഹരണത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. ആർക്ക് വേണമെങ്കിലും അത് റിയലൈസ് ചെയ്യാം. ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജര തദാ ദേഹാന്തര പ്രാപ്തി ധീരസ്തസ്ത്രന മുഹ്യതി. അതായത് ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് അല്ലെ, ശൈശവത്തിൽ നിന്ന് നമ്മൾ ബാല്യത്തിലേക്ക് വരും, ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് വരും, കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്ക് വരും, യൗവനത്തിൽ നിന്ന് വാർദ്ധക്യത്തിലേക്ക് പോകും, വാർദ്ധക്യം കഴിഞ്ഞാൽ പിന്നെ തീർന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോരോ ശരീരങ്ങൾ ഇങ്ങനെ മാറുകയാണ്. നമ്മൾ 6 മാസത്തിൽ നമ്മളുണ്ടായ ശരീരമല്ല ഒരു 10 വയസ്സിലത്തെ നമ്മുടെ ശരീരം, 6 മാസത്തിലെ ശരീരം പോയി. 10 വയസ്സിലുണ്ടായിരുന്ന ശരീരമല്ല ഒരു 21 വയസ്സിൽ ഉണ്ടാകുമ്പോൾ ആ ശരീരം പോയി. 21 വയസ്സിലുണ്ടായിരുന്ന ശരീരമല്ല 50 വയസ്സിലുണ്ടാകുന്ന ശരീരം, ആ ശരീരം പോയി. ഇങ്ങനെ ശരീരങ്ങൾ ഇങ്ങനെ മാറിപ്പോകുന്നു. ഓരോ 6 വർഷം കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിലെ സെല്ലുകളെല്ലാം പോകും, പുതിയ സെല്ലുകളാണ് വരുന്നത്. അപ്പോഴും അതിനകത്ത് ദേഹി എന്ന് പറയുന്ന ഒരാളുണ്ട്, ആത്മാവുണ്ട്. അതിനൊരിക്കലും എന്ത് ചെയ്തിട്ടില്ല, മാറ്റം വന്നിട്ടില്ല. അത് അതുപോലെ തന്നെ നിൽക്കുന്നു. നമ്മുടെ ശരീരം ഇങ്ങനെ മാറിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്തുള്ള ദേഹിക്ക് യാതൊരു മാറ്റമില്ല. അത് നമുക്ക് പ്രത്യക്ഷപരമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അവസാനം ഒന്നിനും കൊള്ളാതാകുമ്പോൾ ശരീരം ആസാംസി ജീർണാൻ യഥാവിക, ഒന്നിനും കൊള്ളാതാകുമ്പോൾ ഈ ശരീരം ആ ശരീരത്തിനെ ത്യജിച്ചിട്ട് ആ ദേഹി വേറൊരു ശരീരത്തിലേക്ക് അത് പോകും. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ശരീരമാണോ നമ്മൾ ദ്രവ്യമാണോ എന്നും നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ആത്മാവാണോ നമ്മൾ ദ്രവ്യമാണോ എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. ഇതാണ് ആധ്യാത്മിക ജ്ഞാനത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം. ആധ്യാത്മികത്തിന്റെ അടിസ്ഥാന ജ്ഞാനം എന്ന് പറയുന്നത് നമ്മൾ ആത്മാവാണോ അതോ ദ്രവ്യമാണോ എന്നുള്ളതാണ്. കാര്യം നമ്മൾ ധാരാളം കാര്യങ്ങൾ നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ, ഫിസിക്സ്, കെമിസ്ട്രി, ഹിസ്റ്ററി, ജോഗ്രഫി, ഇങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങൾ പഠിക്കാറുണ്ട്. ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ആരാണോ അറിയുന്നത്, ആ അറിയുന്ന ആളിനെ നമ്മൾ അറിയുന്നത് അല്ലേ. അതായത് ഇതെല്ലാം നമ്മൾ ഈ ജ്ഞാനങ്ങളൊക്കെ നമ്മൾ പലതും നമുക്ക് അറിയാവുന്നതാണ്. പക്ഷെ ഈ അറിയാവുന്ന കാര്യം അറിയുന്ന ഒരാളുണ്ട്, അതിന് ജ്ഞാതാവ് എന്ന് പറയും, അറിയുന്നവൻ. ആ ജ്ഞാതാവിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അറിയുന്നില്ല. അതുപോലെ തന്നെ പ്രാജ്ഞ, ഈ ശരീരത്തിന് മുഴുവനും പ്രജ്ഞ, അതായത് നമ്മുടെ അവബോധത്തിന് മുഴുവനും ആക്കുന്ന ആളാണ് പ്രാജ്ഞൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആത്മാവ് എന്ന് പറയുന്നത്. ഈ ആത്മാവ് ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ശരീരം മുഴുവൻ അവബോധമായിരിക്കുന്നത്. ആത്മാവില്ലെങ്കിൽ അവബോധമില്ല. ഈ ആത്മാവ് ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ശരീരത്തിലെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത്, മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഇതെല്ലാം പ്രവർത്തിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഈ ആത്മാവ് ഉള്ളത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ ഇതിനൊന്നും പ്രവർത്തനമില്ല അല്ലേ. ഞാനിപ്പോ പറയും ഇതിപ്പോ എന്റെ കണ്ണട എന്ന് പറയും, എന്റെ കണ്ണട എന്ന് പറയും. അതുപോലെ എന്റെ കൈ എന്ന് പറയും, എന്റെ തല,
എൻ്റെ കാല് എല്ലാം എൻ്റെ എന്ന് പറയും. അപ്പോൾ ഇത് പറയുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കണം, അതിന് ഈ കാലല്ല ഞാൻ, ഈ കൈ അല്ല ഞാൻ, ഈ തല അല്ല ഞാൻ എന്ന് പറയുന്ന വേറെ എന്തോ ഒരു ശക്തിയുണ്ട്. അതാണ് ആത്മാവ് എന്ന് പറയുന്നത്. അപ്പോൾ ശരീരത്തിൽ നിന്ന് ഭിന്നമാണ് ആത്മാവെന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കും. പക്ഷെ എന്ത് ചെയ്യാം, ലക്ഷോപലക്ഷ വർഷങ്ങളിൽ കോടാനുകോടി വർഷങ്ങളായിട്ട് നമ്മളിങ്ങനെ ശരീരം സ്വീകരിച്ച് മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ഇന്ദ്രിയങ്ങളായിട്ട് നമ്മളിങ്ങനെ ജീവിച്ച് ഈ ആത്മാവുമായി താദാത്മ്യം പ്രാപിച്ച് അങ്ങനെ കഴിയുകയാണ്. അതിനാൽ നമ്മൾ ഈ ശരീരമാണെന്നുള്ള വിചാരം, ഈ ശരീരത്തിന് ഭിന്നമായ ഒരു ആത്മാവില്ല എന്ന് വിചാരിച്ചു പോയി. കാര്യം ലക്ഷോപലക്ഷം വർഷങ്ങൾ നമ്മൾ ഇവയുമായിട്ട് അങ്ങ് താദാത്മ്യം പ്രാപിച്ച് അങ്ങ് ജീവിക്കുകയാൽ നമുക്ക് അറിഞ്ഞുകൂടാ. അതിനാൽ ആത്മാവാണോ ശക്തിമാൻ, മനസ്സാണോ ശക്തിമാൻ, ഇന്ദ്രിയമാണോ ശക്തിമാൻ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാവിന് ഇപ്പൊ ശക്തി ഇല്ലാത്ത അവസ്ഥയിലായി, മനസ്സിന് വളരെയധികം ശക്തിയുള്ള അവസ്ഥയിലായി മാറും. ഇപ്പൊ നമുക്കെല്ലാം ഇപ്പൊ സിനിമ കാണണം, അത് ആരുടെ ആഗ്രഹമാണ്? ആത്മാവിന്റെ ആഗ്രഹമല്ല. ഒരു സിനിമ കാണണമെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ മനസ്സിന്റെ ആഗ്രഹമാണ്, ആത്മാവിന്റെ സിനിമ എന്ന് കാണണ്ട, മനസ്സിന്റെ ആഗ്രഹം. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അങ്ങോട്ട് പോകും. ആത്മാവിന് അതിന്റെ ആഗ്രഹമേ ഇല്ല, പക്ഷെ ആത്മാവിനെ മരിച്ചുകൊണ്ട് അങ്ങനെ പോകും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തെറ്റുകൾ ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് അനാശാസ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യും. അത് ആത്മാവിന്റെ ആവശ്യമല്ല, പക്ഷെ മനസ്സിന്റെ ആവശ്യം, അത് അങ്ങോട്ട് പോകും. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ദുഃഖവും ദുരിതവും അതങ്ങനെ ഭവിക്കുന്നു. അതായത് നമ്മൾക്ക് അറിയാം, സിംഹത്തിന് നമ്മൾ സർക്കസ് കൂടാരത്തിലും കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മൾ കാട്ടിലും കണ്ടിട്ടുണ്ട്. ഏത് സിംഹമാണ് വളരെയധികം സന്തോഷമാണ്? കാട്ടിൽ വസിക്കുന്ന സിംഹത്തിനാണ് വളരെയധികം സന്തോഷം. സർക്കസ് കൂടാരത്തിലെ വസിക്കുന്ന സിംഹത്തിന് ഒരിക്കലും സന്തോഷം ഉണ്ടാവില്ല. കാര്യം അവിടെ എന്താണ്, ആ സർക്കസുകാരൻ അതിനെ അടി കൊടുക്കും, അത് പറയുന്നത് പോലെ കേൾക്കണം, എല്ലാം ചെയ്യും. വളരെയധികം പീഡനം കിട്ടും ആ സിംഹത്തിന്. ആ പീഡനങ്ങളെല്ലാം സഹിച്ചുകൊണ്ടാണ് ആ സിംഹം അവിടെ നിൽക്കുന്നത്. എന്നാൽ എപ്പോഴെങ്കിലും ആ സിംഹം വിചാരിക്കുകയാണ്, ഒരു ചെറിയ ഒരു മനുഷ്യനാണ് എന്നെ ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത്, ആ മനുഷ്യന് ഞാനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്കാണ് ശക്തി, ഞാൻ എന്തുകൊണ്ട് ഇയാളെ പിടിച്ച് കടിച്ചു തിന്നിട്ട് എനിക്ക് ഇവിടെ ചാടി രക്ഷപ്പെട്ടുകൂടാ എന്ന് എപ്പോഴാണ് ആ സിംഹത്തിന് ജ്ഞാനം ഉണ്ടാകുന്ന, ആ സമയത്ത് എന്താണ്, അയാളെ കൊന്നിട്ട് അത് പോകും, പിന്നെ അതിന് സ്വതന്ത്രമായി. അതുപോലെയാണ് നമ്മുടെ അവസ്ഥ. ഈ ആത്മാവ് ഉള്ളത് കൊണ്ടാണ് മനസ്സിന് പ്രവർത്തിക്കാൻ പറ്റുന്നത്. നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? ഈ മനസ്സ് ആത്മാവിനെ അങ്ങനെ അടിച്ച് താത്തി വെച്ചിരിക്കുകയാണ്. എപ്പോഴാണ് ഈ ആത്മാവ്, നമ്മൾ ഈ മനസ്സിനെയും ഇന്ദ്രിയത്തിനെയൊക്കെ ശക്തി കൊടുക്കുന്നത് ആത്മാവാണ്, ഞാനാണ് ഏറ്റവും ശക്തമാണ്, ഈ ആത്മാവാണ് ശക്തമാനെന്നുള്ള തിരിച്ചറിയ ബോധം നമുക്ക് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ നിയമങ്ങൾ പാലിക്കുന്നത്. ഓരോ നിയമങ്ങൾ പാലിച്ച് ഇന്ദ്രിയത്തിനെ, മനസ്സിനെ നിയന്ത്രിച്ച് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ആത്മീയ ശക്തി അങ്ങോട്ട് വരാൻ തുടങ്ങും, പ്രഭാവം മനസ്സിലാകും. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ശാസ്ത്രം എന്ന് പറയുന്നത്. നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തിനെ കാണിച്ചിരുന്നത്. നീ സർക്കസുകാരന്റെ അടിമയല്ല, നീയാണ് ശരിക്കും ശക്തമാണ്, അതുപോലെ ആത്മാവാണ് ശക്തനാണെന്ന് കാണിച്ചു തരുന്നതാണ് നമുക്ക് ഈ ശാസ്ത്രം. അപ്പോൾ നമ്മൾ ഈ ആധ്യാത്മിക കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത്, ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഞാൻ ഇത്രയും നാൾ ഈ മനസ്സിൽ അടിമയായല്ലോ, ഞാൻ ഇന്ദ്രിയങ്ങൾക്ക് അടിമയായിപ്പോയല്ലോ, ഇത് കാരണമാണല്ലോ ഞാൻ ഈ ലോകത്തിൽ വളരെയധികം കഷ്ടങ്ങളും ഇതെല്ലാം അനുഭവിക്കുന്നത്. ഇതിൽ നിന്ന് എനിക്ക് മുക്തി കിട്ടണമെങ്കിൽ എൻ്റെ ആത്മീയപരമായിട്ടുള്ള ആ ശക്തിയെ വളർത്തി ഇതിന് ഞാൻ എന്ത് ചെയ്യണം, അതിന്റെ ബലത്തിനെ ക്ഷയിപ്പിക്കണം എന്നില്ല. അപ്പോൾ നമ്മൾ ഭഗവാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ആത്മീയ ശക്തി നമുക്ക് വളരും. അപ്പോൾ പിന്നെ നമുക്ക് ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കേണ്ട നമ്മൾ ആനന്ദപൂർണമായിട്ടുള്ള ധാമത്തിലേക്ക് പോകാൻ നമ്മൾ തയ്യാറാണ്. ഒരിക്കൽ ഭാഗവത്തിൽ പറയുന്നുണ്ട്, ഒരു ഉശീന രാജ്യത്തിലെ സുയഞ്ജൻ എന്ന് പറയുന്ന രാജാവ്, അദ്ദേഹം വളരെയധികം വില്ലാളിവീരനായിട്ടുള്ള രാജാവാണ്. ആ രാജാവ് ധാരാളം ഈ യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ എപ്പോഴും വില്ലാളിവീരനായിട്ട് അദ്ദേഹം വിജയശ്രീലാളിതനായിട്ട് വരുന്ന ആളാണ്. പക്ഷെ ഒരിക്കൽ എന്ത് സംഭവിച്ചു, ആ യുദ്ധത്തിൽ ശത്രുക്കൾ അദ്ദേഹത്തിനെ വധിച്ചു. ഈ വിവരം കൊട്ടാരത്തിൽ അറിയും, അദ്ദേഹത്തിന്റെ പത്നിമാർ അറിയും. ആ പത്നിമാർ ഈ യുദ്ധക്കളത്തിലേക്ക് ഓടി വരുമ്പോൾ തന്റെ പ്രിയതമൻ അതാ മരിച്ചു കിടക്കുന്നു. ആ മരിച്ചു കിടക്കുമ്പോൾ അവര് ഹൃദയം പൊട്ടി അങ്ങോട്ട് കരയാൻ തുടങ്ങി. അല്ലയോ പ്രാണനാഥ, അങ്ങ് എവിടേക്കാണ് പോയത്? ഈ ഉശീന രാജ്യത്തിലെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഏതൊരു ഈശ്വരനാണ് അങ്ങയെ നിയോഗിച്ചത്? ബ്രഹ്മാവാണ് അങ്ങയെ നിയോഗിച്ചത്.
ആ ഈശ്വരൻ തന്നെ ഇപ്പോഴും ഈ ഉശീന രാജ്യത്തിലെ ജനങ്ങൾക്ക് ദുഃഖത്തെ കൊടുക്കുന്ന ഒരു കാര്യമായി മാറിയല്ലോ. ഇപ്പോൾ ബ്രഹ്മദേവൻ എത്ര അധികം എന്താണ് ബ്രഹ്മദേവൻ ഇത്രയധികം ക്രൂരനായി പോയോ? അങ്ങ് ഏത് ദിശയിലേക്കാണ് പോയത് ആ ദിശയിലേക്ക് ഞങ്ങളെയും കൊണ്ടുപോവുക, ഞങ്ങളെയും ആ പാദ ശുശ്രൂഷയിൽ ഞങ്ങളെ വീണ്ടും അനുവദിക്കുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരയാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് ഒരു ബാലൻ അവരുടെ അരികിലേക്ക് വരും. ഈ സ്ത്രീകൾ, ഈ രാജപത്നിമാരിങ്ങനെ കരയുന്ന ആ സ്ഥലത്തിലേക്ക് ഒരു ബാലൻ വരും. ഒരു ബാലൻ ആ സ്ത്രീകൾ കേൾക്കെ പറയും, കഷ്ടം തന്നെ, ജനനവും മരണവും ലോകത്തിന്റെ സ്വഭാവമാണെന്ന് തിരിച്ചറിയാൻ എന്നെക്കാട്ടിയും ബുദ്ധിയുള്ള ഈ ആൾക്കാരാണോ ഇതിനു വേണ്ടി കരയുന്നത്? ജനനവും മരണവും ലോകത്തിന്റെ സ്വഭാവമാണ്. ജനിച്ചു കഴിഞ്ഞാൽ മരിക്കും, മരിച്ചു കഴിഞ്ഞാൽ ജനിക്കും. ഇത് ലോകത്തിന്റെ സ്വഭാവമാണ്. ഇത് തിരിച്ചറിയാൻ എന്നെക്കാട്ടിയും വളരെയധികം ബുദ്ധിയുള്ളവരാണ് ഈ ആൾക്കാർ, ഈ പത്നിമാർ, രാജാവിന്റെ പത്നിമാർ. എവിടെ നിന്നാണോ നമ്മൾ വന്നത് അവിടേക്ക് തന്നെയാണ് നമ്മൾ തിരിച്ചു പോകേണ്ടത് എന്ന് പറയും. അത് വളരെ സംഭാഷണം വളരെ ഇതാണ്. അതിൽ അങ്ങനെ പറഞ്ഞിട്ട് പറയും, അല്ലയോ സ്ത്രീകളെ, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ദുഃഖിക്കുന്നത്? നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് കരയുന്നത്? നിങ്ങൾ കരയുന്നത്, നിങ്ങൾ സുയഞ്ജൻ എന്ന് പറയുന്ന ആൾ കിടക്കുകയല്ലേ, പിന്നെ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ട് കരയുന്നു എന്ന് ചോദിക്കും. ആ സ്ത്രീകൾ പറയും, അങ്ങനെയല്ല, ഇതിനു മുമ്പ് അങ്ങനെയല്ലായിരുന്നു. ഇതിനു മുമ്പേ ഈ സുയഞ്ജനൻ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയും ഞങ്ങൾ പറയുന്നത് പോലെ അനുസരിക്കുകയും എല്ലാം ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല എന്ന് പറയും. അപ്പോൾ ആ ബാലൻ പറയും, ഇതിനു മുമ്പും അങ്ങനെ തന്നെയായിരുന്നു. നിങ്ങളോട് സംസാരിക്കുകയും നിങ്ങൾ പറയുന്നതെല്ലാം അനുസരിക്കുകയും ചെയ്തിരുന്ന ആ സുയഞ്ജനെ നിങ്ങൾ ശരിക്കും കണ്ടിട്ടില്ല. ആ സുയഞ്ജന്റെ ശരീരം മാത്രമാണ് നിങ്ങൾ കണ്ടത് എന്ന് പറയും. അല്ലേ? നമ്മളും അതുപോലെ തന്നെ. ഇപ്പൊ ഞാനിവിടെ ഇരുന്ന് സംസാരിക്കുന്നു, നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന എന്റെ ശരീരത്തിന് മാത്രമാണ് കാണുന്നത്. പക്ഷെ എനിക്ക് ഈ ആത്മാവ് ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത്. നിങ്ങളിലും ആത്മാവ് ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് ശ്രമിക്കാൻ പറ്റുന്നത്. എല്ലാം എന്താണ്? ആ ചൈതന്യമാണ്. അപ്പോൾ ഇവിടെ ആ ബാലൻ അവരോട് പറയുന്നത്, മുമ്പും നിങ്ങൾ പറയുന്നതെല്ലാം കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തിരുന്നത് എന്താണ്? അത് അപ്പോഴും നിങ്ങൾ സുയഞ്ജൻ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ആളിനെ കണ്ടിട്ടില്ല. അപ്പോഴും നിങ്ങൾ കണ്ടിട്ടിരിക്കുന്നത് ഈ ശരീരത്തിനെ മാത്രമാണ് കണ്ടിരിക്കുന്നത്. ഓരോരുത്തരും ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ട്, അതായത് പഞ്ചഭൂതങ്ങൾ അവയ്ക്ക് വികാരം സംഭവിക്കുമ്പോൾ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ഇന്ദ്രിയങ്ങൾ രൂപപ്പെടുകയും അവ വിശേഷിക്കപ്പെട്ടിട്ട് ഉച്ച നീച ശരീരങ്ങൾ സ്വീകരിക്കുകയും അതിലേക്ക് ആത്മാവ് അവരവരുടെ കർമ്മങ്ങൾക്കനുസരിച്ച് പ്രവേശിക്കുകയുമാണ് ചെയ്യുന്നത്. മനസ്സിലായോ? പറഞ്ഞില്ലെങ്കിൽ മനസ്സിലാവും. അതായത് ഈ പഞ്ചഭൂതങ്ങൾ അവയ്ക്ക് വികാരം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്. അത് നമ്മൾ സൃഷ്ടിയിലൊക്കെ ഭാഗവതം പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ പഠിക്കാൻ പറ്റും. അവയ്ക്ക് വികാരം സംഭവിക്കുമ്പോഴാണ് നമുക്ക് ഇന്ദ്രിയങ്ങൾ രൂപപ്പെടുന്നത്. മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഇതെല്ലാം അതിന്റെ ഫലമായിട്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഉണ്ടാകുമ്പോൾ അതിനെ വിശേഷിക്കപ്പെട്ടിട്ട് ഉച്ച നീച ശരീരങ്ങൾ, ചിലപ്പോൾ ഉത്കൃഷ്ട ശരീരമായിരിക്കും, ചിലപ്പോൾ നീച ശരീരങ്ങളായിരിക്കും. ഈ ശരീരങ്ങൾ അവരവരുടെ കർമ്മങ്ങൾക്കനുസരിച്ച് ഈ ആത്മാവ് എടുക്കേണ്ടതായിട്ട് വരും, ആ ശരീരത്തിലേക്ക് പ്രവേശിക്കേണ്ടതായിട്ട് വരും. അങ്ങനെയാണ് ആ കർമ്മങ്ങൾക്കനുസരിച്ചാണ് അവരത് പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ അവർ ആ ശരീരങ്ങൾ സ്വീകരിക്കുകയും അതുപോലെ തന്നെ അതിനെ ഇല്ലാതാക്കി അതിനെ ഉപേക്ഷിക്കുകയും ചെയ്യും. അങ്ങനെ ആവർത്തിച്ച് ജനന മരണ ചക്രങ്ങളിൽ ഇങ്ങനെ പെട്ടുകൊടുക്കും. എപ്പോഴാണോ ഒരു ജീവൻ ഞാൻ ഈ ഇന്ദ്രിയത്തിൽ നിന്നും, മനസ്സ്, ബുദ്ധി, അഹങ്കാരത്തിൽ നിന്നും ഞാൻ ഭിന്നനാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ കർമ്മബന്ധനത്തിന്റെ കുരുക്കിൽ നിന്ന് അയാൾ എന്ത് ചെയ്യും? രക്ഷപ്പെടും. അങ്ങനെ രക്ഷപ്പെടുമ്പോൾ അയാൾക്ക് മനസ്സിലാവും, ഞാൻ ചെയ്യേണ്ട സേവ ഭഗവാന്റെ സേവയാണെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം ഭഗവത് സേവനപരമായ കാര്യങ്ങൾ ഏർപ്പെടുമ്പോൾ അവർക്ക് എന്താണ്? ഈ ജനിമൃത ചക്രങ്ങൾ അതിൽ പെടാതെ അവർക്ക് ആത്യന്തികമായിട്ട് ഭഗവാന്റെ ധാമത്തിലേക്ക് പോകാൻ കഴിയും. അപ്പോൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്, നമ്മൾ എന്താണ്? ശരിക്കും ആത്മാവാണ്. നമ്മൾ ശാശ്വതരാണ്. നമുക്ക് ഒരിക്കലും നാശമില്ല. നമ്മുടെ കർമ്മങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഓരോരോ ശരീരമടച്ചത്. അപ്പൊ ഇതിൽ നിന്നിട്ട് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം ഭഗവാന് പൂർണ്ണമായിട്ടും ശരണം പ്രാപിക്കുക എന്നുള്ളതാണ്. ഇതിൽ നിന്ന് പൂർണ്ണമായിട്ട് രക്ഷപ്പെടാനുള്ള മാർഗം. ഒരു 2 മിനിറ്റ് കൊണ്ടുണ്ടാവും. അതായത് വേറൊരു നമ്മുടെ ഇതിലുള്ള ഒരു സ്റ്റോറി പറയാം. ഭാഗവതം 6ാമത്തെ കാൻഡോയിലെ ചിത്രകേതുവിന്റെ കഥ പറയും. ചിത്രകേതു എന്ന് പറയുന്ന ചക്രവർത്തി
അദ്ദേഹത്തിന് ധാരാളം ഭാര്യമാരുണ്ടായിരുന്നു. പക്ഷെ ധാരാളം ഭാര്യമാരുണ്ടായിട്ടും അദ്ദേഹത്തിന് ഒരു സന്താനം ലഭ്യമല്ലായിരുന്നു. അദ്ദേഹം അങ്കിരസ് മഹർഷിയെ കണ്ടുമുട്ടുകയും അങ്കിരസ് മഹർഷിയുടെ അനുഗ്രഹത്താൽ അദ്ദേഹത്തിന് ഒരു സന്താനത്തിനുള്ള എല്ലാ ഭാഗ്യമുണ്ടാവും. അദ്ദേഹം കൃതദ്യുതി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പ്രഥമ ഭാര്യയ്ക്ക് ആ സന്താനത്തിന് ജനിക്കാനുള്ള ഭാഗ്യം കൊടുക്കുകയും ചെയ്യും. അങ്ങനെ കൃതദ്യുതിക്ക് ഒരു സന്താനം ജനിക്കും. സന്താനം ജനിക്കുമ്പോൾ എത്രയോ വർഷങ്ങളായിട്ട് സന്താനമില്ലാത്ത രാജാവ് വളരെയധികം ആഹ്ലാദിച്ച് അങ്ങനെ എപ്പോഴും ആ കൃതദ്യുതിയും കുട്ടിയും രാജാവ് മാത്രമായിരിക്കും എപ്പോഴും. അപ്പോൾ ഈ രാജാവിന് ചിത്രകേതുവിന് ധാരാളം ഭാര്യമാരുണ്ട്. പക്ഷെ അവരാരിക്കലൊന്നും പോകുന്നില്ല. ഇത് എല്ലാവർക്കും അസൂയുണ്ടാവും. അവരുണ്ടായിട്ടുണ്ട്. എത്ര ദിവസമായി രാജാവിനൊന്നും കണ്ടിട്ട് എപ്പോഴും വയ്ക്കാനും രാജാവ് കൃതദ്യുതിയുമായിട്ടാണ് ഇരിക്കുന്നത്, ആ കുട്ടിയുമായിട്ടാണ് ഇരിക്കുന്നത്. ഇതിനെല്ലാം കാരണം കുട്ടിയാണ് എന്ന് മറ്റ് സവർണിമാരെല്ലാവരും കൂടെ ചിന്തിക്കും. നമുക്ക് എന്ത് ചെയ്യാം? ഈ രാജാവിനെ വീണ്ടും ഞങ്ങൾ അരികിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അങ്ങനെ എന്ത് ചെയ്യും? അവരെല്ലാം കൂടെ പ്ലാൻ ചെയ്യും. എന്താണ്? ആ കുട്ടിക്ക് വിഷം കൊടുത്ത് കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്യും. അങ്ങനെ ഒരു ദിവസം അവരെല്ലാവരും കൂടെ ആ കുട്ടിക്ക് വിഷം കൊടുത്ത് കൊല്ലും. അപ്പോൾ ആ കൃതദ്യുതി ഒരു ദിവസം തന്റെ പുത്രന് വേണ്ടിയിട്ട് പാല് കൊടുക്കാൻ വന്നപ്പോഴത്തേക്ക് പുത്രൻ ഉണരുന്നില്ല. അറിയിച്ചു. അങ്ങനെ എല്ലാവരും വന്ന് നോക്കിയപ്പോൾ കാണാം കുട്ടി മരിച്ചു. ഈ വാർത്ത ചിത്രകേതു രാജാവ് അറിയുകയും അദ്ദേഹം ഓടി വരും. അദ്ദേഹത്തിന് പിന്നെ ബോധമെല്ലാം പോകും. കാര്യം സന്താനം ഇല്ലാതെ ഇരുന്നിട്ട് കിട്ടിയ സന്താനമാണ്. അപ്പോൾ വളരെയധികം ദുഃഖിച്ച് ഭ്രാന്തമായിട്ട് അലറി വിളിച്ച് അദ്ദേഹം ഭ്രാന്തനെ പോലെ അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ട് ഓടി ആ കുട്ടിയെ കെട്ടിപ്പിടിച്ച് കരയുക എല്ലാം ചെയ്തുകൊണ്ടിരുന്നു. ഇത്രയും തീവ്രമായ ദുഃഖം മനസ്സിലാക്കിയ നാരദ മഹർഷിയും അതുപോലെ തന്നെ അങ്കിരസ് മഹർഷിയും വേഷപ്രസന്നരായിട്ട് ആ കൊട്ടാരത്തിലേക്ക് വന്നു. എന്നിട്ട് ചിത്രകേതു രാജാവിനെ അടുത്തിരുത്തിയിട്ട് ആത്മോപദേശം കൊടുത്തു. അതീന്ദ്രിയപരമായിട്ടുള്ള ജ്ഞാനം പറഞ്ഞു കൊടുത്തു. എത്ര തന്നെ അതീന്ദ്രിയപരമായിട്ടുള്ള ജ്ഞാനം പകർന്നു കൊടുത്തിട്ടും ചിത്രകേതു രാജാവിന്റെ വിഷമം എന്ത് ചെയ്യുന്നില്ല, മാറുന്നേയില്ല. അത് മനസ്സിലാക്കി. എത്ര തന്നെ ഉപദേശിച്ചു കൊടുത്തിട്ടും വിഷം മാറുന്നില്ല. അങ്ങനെ അവരുടെ യഥാർത്ഥമായി രൂപം ധരിക്കും. നാരദ മഹർഷി അങ്കിരസ് മഹർഷി രൂപം ധരിച്ചിട്ട് ആ പോയ ആത്മാവിനെ തിരിച്ചു വിളിച്ചിട്ട് പറയും, ആത്മാവിനെ ജീവനെ വിളിച്ചിട്ട് ഈ ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ പറയും. അങ്ങനെ ആ ശരീരത്തിലേക്ക് പ്രവേശിക്കും. നാരദ മഹർഷി പറയും, നോക്കൂ, നീ അകാലത്തിൽ മരിച്ച കുട്ടിയാണ്. നീ രാജ്യത്തിലെ രാജാവാകേണ്ടതാണ്. ഈ രാജ്യത്തിൽ രാജാവായി നിനക്ക് സിംഹാസനത്തിലിരുന്ന് സർവ്വവിധ ഐശ്വര്യങ്ങളും നീ അനുഭവിക്കാൻ നിനക്ക് പറ്റും. അതിനാൽ നിനക്ക് ഈ രീതി ജീവിതം തുടർന്നൂടെ എന്ന് ചോദിക്കും. അപ്പോൾ ആ ജീവ പറയും, എന്റെ കർമ്മത്തിനനുസരിച്ച് എന്റെ കാലം കഴിഞ്ഞു. അതായത് എന്റെ കർമ്മങ്ങൾക്കനുസരിച്ച് ഞാൻ ചിലപ്പോൾ ദേവശരീരം സ്വീകരിച്ചിട്ടുണ്ട്, ചിലപ്പോൾ മനുഷ്യ ശരീരം സ്വീകരിച്ചിട്ടുണ്ട്, ഞാൻ ചിലപ്പോൾ മൃഗങ്ങളുടെ ശരീരം സ്വീകരിച്ചിട്ടുണ്ട്, ജീവജാലങ്ങളുടെ ശരീരം സ്വീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ കോടാനുകോടി ശരീരങ്ങൾ ഞാൻ സ്വീകരിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള എനിക്ക് ഏത് ജന്മത്തിൽ അച്ഛനും അമ്മയാണ് എനിക്ക് പ്രിയമായിട്ട് വരാൻ പറ്റുന്നത്? ഒരു വസ്തു ഒരാളുടെ അധീനത്തിൽ ഇരിക്കുമ്പോൾ അത് എന്റേതാണെന്ന് പറയാം. ആ വസ്തു വേറൊരാളുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ വസ്തുവിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഉടമസ്ഥാവകാശം വയ്ക്കാൻ പറ്റില്ല. ഞാനൊരു മൃഗത്തിനെ വളർത്തുകയാണ്, അതിനെ വളർത്തി കഴിഞ്ഞിട്ട് ഞാൻ വേറൊരാൾക്ക് വിറ്റു. എപ്പോഴാ മൃഗം എന്റേതായിട്ട് ഇരിക്കുമ്പോൾ എപ്പോൾ എനിക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റും. പക്ഷെ ആ മൃഗം വേറൊരാളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ആ മൃഗം അയാളുമായിട്ടാണ് ബന്ധം, അയാളെ സ്നേഹിക്കും. അതുപോലെ തന്നെ ജന്മാന്തരങ്ങളായിട്ട് ഞാൻ പലതരത്തിലുള്ള ശരീരങ്ങൾ സ്വീകരിച്ച് പലതരത്തിലുള്ള എത്രയോ അച്ഛനെ അമ്മമാരെ ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. അതിനാൽ ഞാൻ ഒരു ആത്മാവെന്ന രീതിയിൽ എനിക്ക് ആരോടും അപ്രിയവുമില്ല പ്രിയവുമില്ല. അതിനാൽ എനിക്ക് ഒരാളെ മാത്രം എന്താണ് അച്ഛനമ്മയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് വീണ്ടും അടുത്ത യാത്ര തുടരാൻ ഞാൻ പോവുകയാണ്. ഞാൻ ഇനി അടുത്ത യാത്രയിൽ എനിക്ക് വേറെ ആരെങ്കിലും ആയിരിക്കും അച്ഛനും അമ്മയും. അതാണ് നമ്മുടെ എല്ലാവരുടെ സ്ഥിതി. നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നു ഒരു അച്ഛനമ്മയുടെ പുത്രനായിട്ട് അല്ലെങ്കിൽ അങ്ങനെ പല ബന്ധങ്ങളായിട്ട് ഇരിക്കുന്നു. പക്ഷെ നമ്മൾ ശരീരം ഉപേക്ഷിച്ച് വേറൊരാളുടെ ബന്ധമാവുകയാണ്. പിന്നെ അവരാണ് നമ്മുടെ അച്ഛനമ്മയും. ഇങ്ങനെ മാറി നമ്മളിങ്ങനെ പോവുകയാണ്. പക്ഷെ ഇതിനൊരു മാറ്റത്തിന് നമ്മൾ എന്താണ് ഒരു സ്റ്റോപ്പ് കൊടുക്കണം. അതെപ്പോഴാണ് പറ്റുന്നത്?
ഈ അവസ്ഥ മനസ്സിലാക്കിയിട്ട് എപ്പോഴാണ് ആ ജീവ മനസ്സിലാക്കുന്നത്, എനിക്ക് ഈ ജനന മരണത്തിൽ നിന്ന് രക്ഷപ്പെടണം, അതിന് ആത്യന്തികമായിട്ട് ഭഗവാന് ശരണം പ്രാപിച്ചാലേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് എപ്പോഴാണ് ആ ജീവാത്മാവ് ഭഗവാന്റെ നേർക്ക് തിരിയുമ്പോൾ അവരെന്ത് ചെയ്യും, തിരിച്ച് വൈകുണ്ഠ ലോകത്തിലേക്ക് പോകും. ശാശ്വതമായിട്ടുള്ള അച്ഛനും അമ്മയും നമുക്ക് കിട്ടും. പിതാഹമസ്യ ജഗതോ മാതാദാത, എല്ലാവരുടെയും പിതാവായിട്ടുള്ള ആ ഭഗവാന് നമുക്ക് കിട്ടും. മാതാവ് അവിടെ നമ്മൾ പരിപൂർണമായിട്ടും ആനന്ദഭരിതരായിട്ട് നമ്മൾ ജീവിക്കും. ഹരേ കൃഷ്ണ. ഇത്ര നേരം കേട്ട് ക്ഷമിച്ചിരുന്നതിന് വളരെയധികം നന്ദി. ഹരേ കൃഷ്ണ.